ഞങ്ങളുടെ നിലപാടെന്താ? വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്ന് തന്നെയാണ്. UDF ഈ മദ്യനയം തീരുമാനിച്ചതിന് ശേഷം ബഡ്ജറ്റിൽ പാസാക്കിയ കാര്യം നടപ്പിലാക്കണമോ നടപ്പിലാക്കേണ്ടിയോ എന്ന് തീരുമാനിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയിപ്പോൾ ബഡ്ജറ്റ് പാസ്സായി നല്ല രീതിയിലുള്ള ഇളവ് നൽകിക്കൊണ്ടാണ് ഖജനാവിന് 600 കോടിയോളം രൂപ നഷ്ടം വരും. ഇനിയിപ്പോഴതിൻ്റെ അടുത്ത സ്റ്റേജ് ഇതെങ്ങനെ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് നമുക്ക് നോക്കാൻ പോവുകയാണ്, കാണാൻ പോവുകയാണ്. ഫിനാൻസ് ബില്ലുമായി വരുമ്പോൾ അതിലൂടി ഉൾപ്പെടുത്തിയെങ്കിൽ പിന്നെ കോടതിയിൽ പോയി ബക്കാടി ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആനുകൂല്യം നേടാൻ യാതൊരു പ്രയാസവും ഇല്ല. ഇങ്ങനെ കോൺഗ്രസോ UDF തൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ വാഴിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച ഒരു കോൺഗ്രസ് നേതാവ് എല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ ഉൾപ്പെടെ വന്ന് VM സുധീരനാണ്. ആ VM സുധീരൻ ഉൾപ്പെടെ KC വേണുഗോപാലൻ അഖിലേന്ത്യാ സംഘടനാകാര്യം കൈകാര്യം ചെയ്യുന്ന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഉൾപ്പെടെ നിശ്ചിതമായ രീതിയിലുള്ള വിമർശനമാണ് ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഇക്കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞത്. നികുതി ഇളവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെ വീര്യം കുറഞ്ഞ മദ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് വന്നതിന് ശേഷം അദ്ദേഹം നിയമസഭയിൽ ഇതിനെ മൂടിവെക്കുന്നതിന് ഇതിനൊരു പുകമറ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹം ഒരു ഫയൽ ഉദ്ധരിക്കുകയുണ്ടായി. അതിന്ന് കേരളത്തിൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫയലിനെ സംബന്ധിച്ച്. ആ ഫയലിൽ എന്താണ് എഴുതിയത് എന്ന് ഇന്ന് ചില വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. കാരണം അത് പ്രസിദ്ധീകരിക്കാതെയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ എന്തോ വഴിവിട്ട കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടാവാം. ഇവിടെ വളരെ മുമ്പ് തന്നെ ഈ ഗവൺമെൻറ്റിൽ അതിൻ്റെയും മുമ്പിലുള്ള ഗവൺമെൻറ്റിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബക്കാളിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗവൺമെൻറ്റിനും അന്നത്തെ ഗവൺമെൻറ്റിന് മുമ്പിലും അപേക്ഷയായിട്ട് വന്നു. ഞങ്ങളുടെ നിലപാടെന്താ? വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്ന് തന്നെയാണ്. എവിടുന്ന് കൊണ്ടുവന്ന് വിൽക്കണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഞങ്ങൾ ആലോചിച്ചത് കേരളത്തിൽ പാഴായി പോകുന്ന ഗോവ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന, അതാണ് ഫെന്നി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഈ കശുമാങ്ങ കേരളത്തിൽ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് മലബാറിൽ അതിൻ്റെ ഒരു സൊസൈറ്റി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലൊരു സൊസൈറ്റി, അതായത് സാധാരണ സഹകരണ മേഖല, ഞങ്ങൾ ഈ ഫെനിയുടെ മാതൃകയിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഈ കശുമാങ്ങ ഉപയോഗിച്ച് അതിൻ്റെ ടെക്നോളജി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുവാദം വേണം എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള, പിന്നെ പച്ചക്കറി, അതുപോലെ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വളരെ ഫലപ്രദമായി അവർ നഷ്ടപ്പെട്ടു പോകുന്ന, ആരും ഉപയോഗിക്കാതെ പാഴായി പോകുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കശുമാങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, വില കുറയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ പരിഹാരം കാണാൻ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എക്സൈസ് വകുപ്പും ഒക്കെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കത്ത് വരുന്നത്. ആ കത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മെക്കണ്ട ഇന്ത്യ, SDF ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള കത്താണ്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് കത്തുകളും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പയ്യവൂർ സഹകരണ ബാങ്കിൻ്റെ കത്ത് ഉൾപ്പെടെ എല്ലാം ചേർത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ്, അതാണല്ലോ തർക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് ഫലപ്രദമായ പരിശോധനയിലൂടെ റിപ്പോർട്ട് കിട്ടണം എന്നാണ് ഞാൻ എഴുതിയത്. ഇത് ഇന്നത്തെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ നമ്പർ വെച്ച് കൃത്യമായിട്ട് ആ ഫയലിൻ്റെ ഒരു കോപ്പി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ആ പ്രസിദ്ധീകരിച്ചതിൻ്റെ ഉള്ളടക്കം ഇത്രയാണ്: വീര്യം കുറഞ്ഞ മദ്യം എന്നതിനെ സംബന്ധിച്ച് നല്ല നിർവചനം വേണം. നിർവചനം വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നികുതി കുറക്കുന്ന നിലപാടിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധം സ്ഥാപിക്കാനാവുക? ഇത് 29/1/2021 കാരണം തീയതി വളരെ പ്രധാനമാണ്. 29/11/2021 ഈ ഫയലിൽ ഞാൻ കണ്ട് എന്താണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന നിർവചനം കൃത്യമായിട്ട് അവതരിപ്പിക്കണമെന്ന് താഴേക്ക് വിട്ട് അതിനെ തുടർന്ന് 9/1/2022 അപ്പോൾ ഞാൻ മന്ത്രിയല്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. 9/2/22 അവിടെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടു. ഈ പറയുന്ന ഫയൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതൊക്കെ ഫയൽ ഇപ്പം സ്വകാര്യമാണല്ലോ, അല്ലല്ലോ, എല്ലാം പകൽ വെളിച്ചം പോലെ കാണാൻ കഴിയുന്നതാണ്. അത് 9/11/2022 ഇത് നിയമസഭ സബ്ജക്റ്റ് കമ്മിറ്റി പരിശോധിക്കുന്നത്. ഈ നിയമസഭാ സബ് കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ട്. സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അവരത് അംഗീകരിച്ചതാണ്, അവരംഗീകരിച്ചു. അതിനെ തുടർന്ന് 11/1/2023 22/23 ഗസറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് 23/1/2023 അത് ഫയലായി. ഈ പ്രോസസ്സ് മുഴുവൻ അതിനുശേഷം നടന്ന പ്രക്രിയയാണ്. 23/1/2023 അത് ഫയലായെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചില്ല.